നാം ഏറെ സൂക്ഷിച്ചുകൊണ്ട് ഈ മാസത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ളുൽമ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അത് പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തെറ്റ് ചെയ്യുന്നവരെ, അക്രമം ചെയ്യുന്നവരെ അല്ലാഹു തആല നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് ഹിദായത്തുണ്ടാവുകയില്ല. അവർ ഹിദായത്തോടുകൂടി മരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ. അപ്പോൾ ളുൽമ് ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ളുൽമ് ചെയ്യരുത്. വമാ അന ബി ളല്ലാമിൻ ലിൽ അബീദ്. ഞാനൊരിക്കലും എൻ്റെ അടിമകളോട് ളുൽമ് ചെയ്യുന്നവൻ അല്ല. അള്ളാഹു കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിൻ്റെ സ്ഥിതി മനുഷ്യനിൽ ഉണ്ടാകണം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്തരം ആശയങ്ങളുടെ പിന്നിലെന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ രാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മേലാണ്. ഒരു മനുഷ്യന് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്ന് പറയുന്നത് അത് ളുൽമാണ്, അക്രമമാണ്. അനാവശ്യമായ കാര്യങ്ങൾക്കാണ് പലപ്പോഴും ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതും. ഈ രാജ്യത്തുള്ള ഓരോ പൗരനും ജാതി, മത, വർണ്ണ, വർഗ ഭേദമന്യേ സ്വാതന്ത്ര്യം നൽകപ്പെടണം, ഈക്വാലിറ്റി നൽകപ്പെടണം, അവസര സമത്വം നൽകപ്പെടണം. ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കരുത്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, ചിന്താഗതികൾ വെച്ചു പുലർത്താനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരായി ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളെ നാം ഈ രാജ്യത്തിനെതിരായുള്ള ആശയങ്ങളായി കണക്കാക്കേണ്ടതുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു വിവാദമാക്കി ഉയർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? കോളേജുകളിൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കരുത്, അതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. ശിരോവസ്ത്രം ഹിജാബിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു പ്രക്രിയയാണ്, ഇസ്ലാമിലുള്ള ഒരു സിസ്റ്റമാണ്. മുസ്ലിം സ്ത്രീകൾ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഹിജാബ് എന്ന് പറയുന്നത്. അവരുടെ ശരീരം മറച്ചു വെക്കണം. ഭർത്താവിൻ്റെ മുന്നിൽ വെളിവാക്കുന്നത് പോലെയല്ല. മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും ഇടയിൽ ഔറത്തിന് വ്യത്യാസമുണ്ട്. പിതാവിൻ്റെയും സഹോദരൻ്റെയും അതുപോലെ മഹ്റമായ പുരുഷന്മാരുടെ മുന്നിൽ പെണ്ണിന് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ളതല്ലാത്ത ഭാഗങ്ങൾ തുറന്നിടാം. എന്നാൽ അന്യ സ്ത്രീകൾക്ക് മുന്നിൽ അവരുടെ ശരീരത്തെ അവര് മറച്ചു വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത അവിശ്വാസികളായ ആളുകൾക്ക് മുന്നിലാകുമ്പോൾ അവർ ശരീരത്തെ കൂടുതൽ മറച്ചു വെക്കണം. ചികിത്സയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി അനിവാര്യമായ ഘട്ടത്തിൽ അനിവാര്യമായ അത്രമാത്രമേ ഔറത്ത് തുറക്കാൻ പാടുള്ളൂ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ തല മുതൽ താഴോട്ട് വസ്ത്രം തൂക്കിയിടണം. മക്കനെ പോലെ അതിനേക്കാൾ ഇറക്കമുള്ള വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത്. ബുർഖ എന്നാണ് ഇന്ത്യൻ ഭാഷയിൽ അതിനെ സാധാരണയായി പറഞ്ഞു വരുന്നത്. പർദ എന്നത് ഈ ഒരു സമ്പ്രദായത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു പ്രയോഗമാണ്. ബുർഖ എന്ന് പറയുന്ന ആ വസ്ത്രം ശരീരം മുഴുവനും മറയുന്ന, മാറിടത്തിൽ തൂക്കിയിടുന്ന, താഴോട്ടിറങ്ങി നിൽക്കുന്ന വസ്ത്രം പെണ്ണ് ധരിക്കണം എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദമായി ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ അതുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഭരണഘടന ഈ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതില്ല. എന്തിനു വേണ്ടിയാണ് ഹിജാബ് നടപ്പാക്കിയത് എന്നുകൂടെ നാം മനസ്സിലാക്കണം. ഇത് മനുഷ്യ സമൂഹത്തിൽ മുഴുവനും സംസ്കാരമുള്ള ഏതൊരു വിഭാഗത്തിലും ഹിജാബ് ഉള്ളതു തന്നെയാണ്. തൽക്കാലമായി മതപരമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്? ഒരു വസ്ത്രവും ധരിക്കാതെ നടക്കേണ്ടി വരും. ഒരു വസ്ത്രവും ധരിക്കാതെ നടന്നാലും അത് ചില മതങ്ങളുടെ ആചാരമാണ്. ജൈനമതക്കാരിലെ ദിഗംബരന്മാർ, അവർക്കൊരു വസ്ത്രവും ധരിക്കാൻ പാടില്ല. അപ്പൊ ഒരു വസ്ത്രവും ധരിക്കാതെ നടന്നാലും അത് മതപരമായ ആചാരം തന്നെയാണ്. ഏത് വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിലും അത് മതപരമായ ആചാരം തന്നെയാണ്. മതം പഠിപ്പിച്ചതാണ് ഇവിടെ വസ്ത്രം ധരിക്കാൻ. ഒരിക്കലും തന്നെ വസ്ത്രം ധരിക്കാൻ മറ്റാരും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? അപ്പോ യഥാർത്ഥത്തിൽ വസ്ത്രമാർക്കും ധരിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കണം.
ഇവിടെ മുസ്ലിം സ്ത്രീക്ക് മാത്രമല്ല, പഞ്ചാബികൾ തലമറക്കുന്നവരാണ്, പഞ്ചാബി സ്ത്രീകൾ തലമറക്കുന്നവരാണ്. അവർക്ക് തലമറക്കാൻ അവകാശം കൊടുക്കണം. ക്രിസ്ത്യൻ കന്യാസ്ത്രീകള് അവര് തലമറക്കുന്നവരാണ്, അവർക്ക് മറക്കാൻ അവകാശം കൊടുക്കണം. ഹിന്ദു മതത്തിൽപ്പെട്ടവർ തന്നെ പലരും തലമറച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ആർക്ക് വേണമെങ്കിലും മറക്കാം, മറക്കാതിരിക്കാം. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഹിജാബ് അത് സംരക്ഷണത്തിനു വേണ്ടിയാ. എഴുത്തുകാരിയായ കമല സുറയ്യ പറഞ്ഞിട്ടുള്ളത്, മാധവിക്കുട്ടിയായ സമയത്ത് കമല സുറയ്യ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കൊൽക്കത്തയിലൂടെ നടന്നു പോകുമ്പോൾ പർദ്ദ ധരിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അതെനിക്ക് വലിയൊരു സേഫ്റ്റി ഫീലിംഗ് നൽകും, ഒരു സെക്യൂരിറ്റി അനുഭവപ്പെടുന്നതായി എനിക്ക് തോന്നും, മനസ്സിന് വലിയ സമാധാനം നൽകും എന്നാണ്. പർദ്ദ ധരിച്ചു പോകുന്നത് എപ്പോഴും പെണ്ണിന് വലിയ സമാധാനം തന്നെയാണ്. അത് അസാൻമാർഗികമായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള കവചമാണത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. സ്ത്രീകളോട് നിങ്ങൾ വലിയ ക്രയവിക്രയവും നടത്തുകയാണെങ്കിൽ മറയ്ക്കപ്പുറത്തു നിന്നാകട്ടെ. എന്താണ് അതിന്റെ കാരണം? ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. അത് നിങ്ങളുടെ ഹൃദയത്തിന് പരിശുദ്ധിയാണ്, അവരുടെ ഹൃദയത്തിനും പരിശുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം എന്താണ്? സ്ത്രീയും പുരുഷനും അടുത്തു നിൽക്കുമ്പോൾ അവർക്കിടയിൽ പിശാച് പ്രത്യക്ഷപ്പെടും, പൈശാചികമായ ചിന്തകൾ അവരുടെ മനസ്സിൽ വരും. പുരുഷന്റെ ഹൃദയത്തിൽ ആ പെണ്ണിനോടുള്ള തെറ്റായ ആഗ്രഹങ്ങൾ ജനിക്കും, പെണ്ണിന്റെ ഹൃദയത്തിൽ പുരുഷനോട് തെറ്റായ ആഗ്രഹങ്ങൾ ജനിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാതിരിക്കാൻ അതിനുള്ള വാതിൽ തന്നെ അടക്കപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പെണ്ണും ഒരു പുരുഷനും സ്വന്തമായി ഒരു റൂമിൽ ആകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അന്യ പെണ്ണും പുരുഷനും ഒരേ റൂമിലാകുന്ന സമയത്ത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ അപകടത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. പിശാച് നിങ്ങളെ കീഴ്പ്പെടുത്തി കളയും എന്നാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവസരം വരുത്താതിരിക്കുക. ഒരു സീനിയർ കോളേജ് പ്രൊഫസർ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ റൂമിലേക്ക് വരുന്നതിന് ഞാൻ എൻ്റെ വിദ്യാർത്ഥിനികൾക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ 2 പേരൊന്നിച്ചേ വരാവൂ, മിനിമം. ഒരാൾ ഒരിക്കലും എൻ്റെ റൂമിലേക്ക് വരരുത്. കാരണം അത് പരിശുദ്ധിക്ക് പുറമെ തെറ്റുധാരണകൾ വരുത്താതിരിക്കാൻ കൂടി കാരണമാണ്. അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിട്ടുള്ള മുറികളായി ഇന്ന് ക്യാബിനുകളെ മാറ്റുന്നതിൻ്റെ കാരണം. പാശ്ചാത്യ ലോകത്ത് പോലും ഇത് വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ്. അപ്പൊ മനുഷ്യോപകാരപ്രദമായ, രാജ്യം ഉദ്ദേശിക്കുന്ന, ലോകം ഉദ്ദേശിക്കുന്ന നന്മയുടെയും സാൻമാർഗികതയുടെയും മാർഗമായിട്ടുള്ള ഹിജാബ് എന്ന് പറയുന്ന സിസ്റ്റത്തെ അതൊരിക്കലും നമ്മൾ തള്ളിക്കടയേണ്ടതില്ല. അത് ഏതെങ്കിലും മതത്തിൻ്റെതായി കാണേണ്ട ആവശ്യമില്ല. എല്ലാ മതക്കാർക്കും അത് ആവശ്യമാണ്. സംസ്കൃതം ഭാഷയിൽ സ്ത്രീകൾക്ക് പറയുന്ന പേര് തന്നെ അന്തർജനം എന്നാണ്. അന്തർജനം, അവർക്ക് പ്രൈവസി കൊടുക്കപ്പെടേണ്ടവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ മാതൃഭാഷയായ ഹിന്ദിയിൽ പറയുന്നത് ഔറത്ത്, മറക്കപ്പെടേണ്ടവർ എന്ന് തന്നെയാണ്. അപ്പൊ ലോകം തന്നെ ആ നിലക്കാണ് അതിനെ കണ്ടിട്ടുള്ളത്. സ്ത്രീകളുടെ പ്രൈവസിയെ പിച്ച് ചീന്തുന്ന, അവരെ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചിഴക്കുന്ന, അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റുന്ന പാശ്ചാത്യൻ ചിന്താഗതിക്കെതിരെ ഈ രാജ്യത്തെ മക്കൾ ഉണരേണ്ടതുണ്ട്. ഭാരതീയ സംസ്കാരത്തെ പുൽകുന്ന ഏതൊരാളും ഈ ആശയത്തെ ഉണരേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം പ്രവണതകളെയെല്ലാം ളുൽമായി, അക്രമമായി നാം കാണേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സതുപദേശം ചെയ്യുകയും മാത്രമാണ് മാർഗമായിട്ടുള്ളത് എന്നുകൂടി ഉണർത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്.